ഹലോ എടാ പ്രശാന്ത്. ഓ എടാ പിന്നെ നീ ചന്ദ്രനെ കണ്ടാടാ? എന്താ വിളിച്ചേച്ചി? ചന്ദ്രനെ കണ്ടില്ലേ? എടാ എന്നോട് പറയാതെ എങ്ങോട്ട് ഇറങ്ങി പോയിടാ രാവിലെ. ഞാൻ രാവിലെ നോക്കിയപ്പോ കാണാനില്ലടാ. അയ്യോ ഞാൻ കണ്ടില്ല ചേച്ചി. വിളിച്ചപ്പോ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. നിനക്കറിയാലോ എന്നോട് പറയാതെ എങ്ങും പോകുന്ന ഒരാളല്ല. നീ ഒരു കാര്യം ചെയ്യൂ, നിന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ടേ നീ ജംഗ്ഷനിലൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നോക്കാം കേട്ടോ. ഞാൻ നോക്കാം ചേച്ചി. വിവരം അറിയിക്കണേടാ. ശരി ചേച്ചി. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടൻ എവിടെയാ? ചന്ദ്രേട്ടാ, ഈ ചന്ദ്രേട്ടൻ എവിടെയാ? ചന്ദ്രേട്ടാ. ചേടാ ഇതെന്തൊരു ശല്യം ഒന്നും പറയടാ ഇതിനെ കൊണ്ട്. ആഹാ അല്ലാതെ ഇപ്പൊ എങ്ങനെ ഉണ്ടടാ എന്നോട് കളിച്ചിട്ട്? പറയടാ പറയടാ. എടാ നിന്നോടൊരു 100-150 പ്രാവശ്യം ഞാൻ പറഞ്ഞു എന്റെ പേരക്കകത്തും കപ്പവിളയിലും കയറി കളിക്കരുതെന്ന്. ആണോ? എന്നോട് ഞാൻ മെനഞ്ഞാന്ന് എന്താടാ പറഞ്ഞത്? നാളത്തെ സൂര്യോദയം നിന്നെ ഞാൻ കാണിക്കത്തില്ലെന്ന് പറഞ്ഞോടാ. എന്റെടാ ഞോഞ്ഞാടാ നിനക്ക് ഞോഞ്ഞാടാ നിനക്ക്. പുടാ നിന്റെ വെളച്ചില് നിന്നെ മൂടാൻ എനിക്കറിയാം കേട്ടാ. എന്നോട് കളിച്ചാൽ എന്നാലും ചന്ദ്രേട്ടൻ എവിടെ പോയി? ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടൻ എവിടെയാ? ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ. ചന്ദ്ര നീ ഓർത്തോ, നാളത്തെ സൂര്യോദയം നീ കാണത്തില്ലടാ. കൊന്നു അല്ലേ? അങ്ങനെ ചെയ്യേണ്ടി വന്നു. എന്തിനായിരുന്നു? എന്റെ അടുക്ക വേഷം കെട്ടും വെള്ളത്തിൽ കിടക്കുന്നവനൊക്കെ ഇതായിരിക്കും അനുഭവം. എങ്ങനാ കൊന്നത്? അതെങ്കിലും ഒന്ന് പറ. ഒരു കൂടെ എടുത്ത് താലിക്കൊരു ഒറ്റ അടി എന്റെ കണ്ണു മുന്നിൽ കിടന്ന പേടഞ്ഞു പടഞ്ഞു തീർന്നു. ഇവിടെ ആണ്ട അവിടെ ഇവിടെ എന്നെ കുറിച്ച് മൂടിയത് ഇവിടെ അല്ലേ? ഇതുവേ പോട്ടടി മക്കളെ നീ കരയാതെ പോട്ടെ കേട്ടോ. എന്താണെന്നറിയാമോ? ഈ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കൊക്കെ ദൈവം തമ്പുരാൻ ഒരു ആയുസ് കൊടുത്തിട്ടുണ്ട്. ആ ആയുസിന് സമയമാകുമ്പോ ദൈവം തമ്പുരാൻ മേലോട്ട് വിളിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ നിന്റെ ഈ കരച്ചിൽ കാണുമ്പോഴാ നിങ്ങൾ തമ്മിൽ ഇത്രയും ബന്ധമുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ ദിവസവും വൈകിട്ട് എന്റെ പൊന്നിന് ഒന്നുമില്ലെങ്കിലും ഞാൻ ഇത്തിരി കപ്പയും ഉണക്കുമീനും കരുതി വെക്കുമായിരുന്നു. അത് ഞാനിനി ആർക്കും കൊടുക്കും. ആർക്കും കൊടുക്കണ്ട. പൊന്നു കയറി കട്ടെടുത്ത് തിന്നോളും. കൊടുത്തല്ല പണി ഞാൻ. ഇല്ല, അങ്ങനെ കട്ട് തിന്നുന്ന സ്വഭാവം ഇല്ല. പിന്നെ എന്റെ പെരക്കകത്ത് കയറിയെല്ലാം കട്ട് തിന്നതാ. ചന്ദ്രേട്ടൻ മണിയാണ് വീട്ടിൽ എന്തോ കട്ട് തിന്നത്. എന്താട്ടില്ലേ? നിനക്ക് എന്തൊരു പ്രാന്താടി? അല്ല നിങ്ങൾ പറഞ്ഞില്ലേ തലക്കടിച്ച് കൊന്നത്? ആരെ? ചന്ദ്രേട്ടനെ. ഭഗവാനെ ഇതങ്ങോട്ട് കൊണ്ടുപോകുന്നത് എടി എന്റെ പെരക്കകത്ത് കയറി ഒരു പെരിച്ചാതി അതിനെ തലക്കടിച്ചൊന്നും ഇവിടെ കുടിച്ചിട്ടേ ഉള്ളു. ഇല്ല 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 ഇല്ല, ചന്ദ്രേട്ടനെ കൊന്നിട്ടിരിക്കുക. കടന്നു നോക്ക്, ഞാൻ കണ്ടില്ല. ഇല്ല ഇല്ല ഇല്ല, ചന്ദ്രേട്ടൻ തന്നെ ഇവിടെ. എന്റെ അമ്മയാണ് കണ്ടില്ല. നീ ഒരു കാര്യം, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ കുഴിമന്തി നോക്ക്. കുഴിമന്തി നോക്കാനാ? നീ കുഴിമാത്തി നോക്ക്. അൽഫാമോ? അൽഫാമല്ല, അൽഫാം ദയ്യ എന്നോട് കാണിച്ചൂടെ? എടി എന്ന് പറയാൻ ഞാനൊന്നും ചെയ്തില്ല. ഞാന് ഇല്ല, ഞാൻ നോക്കും. എടി എന്റെ അമ്മയാണ് പഠിച്ചാൽ എനിക്ക് നോക്കണം. നിനക്ക് സംശയം നീ നോക്ക്. ചന്ദ്രേട്ടാ, പറഞ്ഞാ മനസ്സിലായി. ചന്ദ്രേട്ടാ, എന്റെ ചന്ദ്രേട്ടാ. എന്താ ഇത്? ഇതോ? എന്താ ഇത്? ഇത് കുമാരനാശന്റെ വീണപൂവ്. ഇതെന്റെ ചന്ദ്രേട്ടന്റെയാ. ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു? എടി അത് പറന്നെങ്ങാനും വന്നതായിരിക്കും. പിന്നെ ഇതിങ്ങനെ പറന്നു കിടക്കാൻ ദേശാടന പക്ഷിയല്ലേ? അതല്ലെന്ന്. അതായത് ഞാൻ ഈ പെരിച്ചാതി എടുത്തോണ്ട് വന്നു. അപ്പൊ ഇവിടെ കിടക്കുകയായിരുന്നു. അപ്പൊ പറന്ന് അങ്ങനെ എടുത്ത് ഞാൻ ഇങ്ങനെ പിടിച്ചിടാൻ വേണ്ടി ഇട്ടതേ ഉള്ളു. ഞാൻ ഇല്ല, നിങ്ങൾ എന്റെ ചന്ദ്രേട്ടനെ കൊന്നു. ഇല്ല, എന്റെ അമ്മയാണ് അതിനകത്ത് പെരിച്ചാതി. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എല്ലാരോടും വിളിച്ചു പറയും. നിങ്ങൾ എന്റെ ചന്ദ്രേട്ടനെ കൊന്നു ഞാൻ എല്ലാരും വിളിച്ചു പറയും. പറയരുത്. പറയും. എന്റെ കൂട്ടുകാരനാവേ, ഞാൻ ചന്ദ്രനെ കൊന്നിട്ടില്ല.
ഒരു കൂട്ടുകാരനെ ഒരിക്കലും കൊല്ലാൻ പറ്റില്ല. ഒരിക്കലും ഒരു കൂട്ടുകാരനെ കൊല്ലാൻ. ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ പ്രധാന വാർത്തകൾ. കോട്ടയത്ത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. ഇത് റേഡിയോന് വരെ അറിഞ്ഞു. അത് കള്ള വാർത്ത. അല്ല പിന്നെ വാർത്ത നിർത്തി എന്തിന്? വാർത്ത ആരാ ചെവി കേട്ടൂടെ? ഇല്ല, വെള്ളത്തിൽ വീണപ്പോ ചെവിക്കകത്ത് വെള്ളം കയറിയിരിക്കുവാ. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? ഒരു വഴിപോക്കനാണ്. ഈ ഉൾക്കടലിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം. ഈ സൈസ് കണസാ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ആരാണോ? ഞാനോ? ആവോ. ഞാൻ മത്സ്യകന്യക. ബിജു പഴിയൂരേ, നീ മത്സ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം. കന്യക എന്ന് പറയല്ല. ഇവിടെ ഓഡിയൻസ് ആയിട്ട് വന്ന ഒരു കൊമ്പസ്രാവിന്റെ അടുത്ത് നിന്ന് കുറുക്കുന്ന ഞാൻ കണ്ടതാ കേട്ടോ. 4 മണിക്ക് ഒരു അടി തന്നാലുണ്ടല്ലോ. അയ്യോ, കിടുക്കം വാലാണല്ലോ ഇത്. ആണ്ട ഈ വാലിപ്പോ പുഞ്ചക്കരി ഷാപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ നല്ല മുളകുപൊടിയും മല്ലിപ്പൊടിയും കുടംപൊടിയും ഒക്കെ ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് ഇച്ചിരി തല എണ്ണയൊക്കെ കൊണ്ട് തല. എന്താ ഇപ്പൊ പറഞ്ഞത്? നല്ല സുന്ദരിയാന്ന് പറയായിരുന്നു. അത് ശരി. അടുത്തേക്ക് നോക്കട്ടെ. എന്താ ഇത്? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഈ ചെകള പൊക്കി നോക്കും മീൻ ഫ്രഷ് ആണോ എന്നറിയാൻ. ഫ്രഷ്. അത് പോട്ടെ, എന്താ പേര്? എന്റെ പേരോ മരട് കനകൻ. ഒന്നങ്ങോട്ട് മാറിയതേ. എന്തിന്? എടി ആവോലി, കിളിമീനെ, നെത്തോലി. ഇന്ന് വൈകിട്ട് ജലക്കൂട്ടത്തിന് നിങ്ങൾ പരിപാടി. ജലക്കൂട്ടോ? നിങ്ങളുടെ നാട്ടിൽ അയൽക്കൂട്ടം ഇല്ലേ? അതുപോലെ നമ്മളെ വെള്ളത്തിന് ജലക്കൂട്ടം ഉണ്ട്. അത് ശരി. അയ്യോ, നമ്മള് മീനുകളുടെ അങ്ങനെ ആടി പാടി നീന്തി തുടിച്ച്. അയ്യോ, ആ കുളിസീനൊന്ന് കാണാനല്ലേ. അങ്ങനെ ഒരു ദിവസേ നമ്മൾ ഈ മീനിന്റെ ജലക്കൂട്ടം ഉണ്ടല്ലോ, ഇതിന്റെ ഒരു സംസ്ഥാന സമ്മേളനം വെച്ച്. അത് ശരി. അന്നാണ് നിങ്ങൾക്ക് അവിടെ സുനാമി ഉണ്ടായത്. എന്റെ ഭഗവാനെ, ഇനി അങ്ങനെ സംസാരം കൂടല്ലേ. നമുക്ക് വയ്യ, നിവർത്തി കെട്ടിയിരിക്കുക. പ്രിയപ്പെട്ട ഉൾക്കടൽ നിവാസികളുടെ ശ്രദ്ധയ്ക്ക്, ഈ വരുന്ന മീനം 12-ാം തീയതി കൊമ്പൻസ്രാവിന്റെ ഗുഹയിൽ വെച്ച് സൗജന്യ ചെകിള പരിശോധനയും ചെതുമ്പൽ രോഗനിർണയ ക്യാമ്പും ഉണ്ടായിരിക്കുന്നതാണ്. ഈ അവസരം എല്ലാ മീൻമോന്മാരും മീൻമോളുമാരും ഉൾക്കടൽ നിവാസികളും പ്രയോജനപ്പെടുത്തണമെന്നറിയിക്കുന്നു. തികച്ചും സൗജന്യമാണ്. പ്രിയപ്പെട്ട ഉൾക്കടൽ നിവാസികളുടെ എന്തുവാ തിമിംഗലത്തിന്റെ പുറത്ത് മൈക്ക് സെറ്റും കെട്ടിവെച്ചോണ്ട് പോണേ? അതിവിടെ ഇങ്ങനെ രക്തനിർണയ ക്യാമ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങള് ചെകിള പരിശോധന ക്യാമ്പ് ഉള്ളതാ. ആണോ? ഒന്ന് പതുക്കെ പോടാവേ, ഓളം തല്ലിട്ട് നിക്കാൻ പറ്റില്ല. ഇനി മീൻ പെണ്ണുങ്ങളെ ട്രോളിംഗ് നിരോധനം പറഞ്ഞിട്ടേ ഇങ്ങനെ കുന്തളിച്ച് നടക്കരുത് കേട്ടോ. വല്ലവന്റെ വലയിലും ചെന്ന് കുടുക്കി കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ വംശം അന്യം തിന്നു പോവും. അന്യം തിന്നു പോകുന്നല്ലോ, അന്യം നിന്ന് പോകുന്നല്ലേ. നമ്മൾ ഈ മീനെ കൊണ്ടുപോയി നിങ്ങളെ തിന്നുവല്ലേ, അതാ പറഞ്ഞ അന്യം തിന്നു പോവുമെന്ന്. ഓ, അത് ശരി. അയ്യോ, ഇതെന്തുവാ ഇത്? അത് ചിപ്പി. ആച്ചാ പൊങ്കലിടാൻ വന്നായിരിക്കും അല്ലേ? ആ ചിപ്പിയല്ല, ഇതാണ് മുത്തു ചിപ്പി. ബിജു പൊഴിയൂരേ, എന്താ കടലിനടിയിലും കൊണ്ടുവന്നല്ലേ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ നീ കന്യകയല്ല. കുഴപ്പമില്ല, ഞാനും അതിന്റെ ആളാ. വിഷയമില്ല, പറ. അതല്ല, നിങ്ങളിപ്പോ എന്തിനാ ഇവിടെ വന്നത്? അത് വേറൊന്നുമല്ല, എന്റെ കോടാലി തപ്പി വന്നതെന്ന്. കോടാലിയോ? ആ, എന്റെ കോടാലിയോ കായലിൽ വീണായിരുന്നു, വെള്ളത്തില്. അപ്പൊ അതിങ്ങനെ താഴെ വന്ന് വീണു, അത് തപ്പി വന്നത് ഞാൻ. നിങ്ങൾ ഒരു കടസമർത്ത് പറയാ, അക്കനെ ഇങ്ങോടി. അക്കനെയാ? ആ, മറ്റേ ജലജാദേവി ഇങ്ങോടി. ജലജാദേവിയല്ല, ജലദേവത. ആരായാലും കൊള്ളാം, വിളി. എന്റെ കോടാലി വേണം. എനിക്ക് സ്വർണ്ണം വെള്ളിയൊന്നും വേണ്ട, എന്റെ കോടാലി വേണം. വേണ്ട, ഈ സ്ഥലം നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. ആണോ? മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. മോളു, ഈ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ നീരാളി എന്ന് കേട്ടിട്ടുണ്ടോ?